പിടിച്ചുലച്ച കൊലപാതകങ്ങൾ. 1994 മുതൽ അങ്കാർസ്ക് പട്ടണത്തിലായിരുന്നു കൊലപാതക പരമ്പരകൾ അരങ്ങേറിയത്. ഓരോ ദിവസവും പുലരുന്നത് കൊലപാതക വാർത്തകളുമായി. മരിച്ചവരെല്ലാം സ്ത്രീകൾ, അതിലേറെയും കൗമാരക്കാർ. ആളൊഴിഞ്ഞ പറമ്പുകളിലും കാടുകളിലുമായി വികൃതമാക്കപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അജ്ഞാതനായ കൊലയാളിയെ തേടി പോലീസ് പരക്കം പാഞ്ഞു. കാണാമറയത്തിരുന്ന് ക്രൂരനായ കൊലയാളി അടുത്ത ഇരയെ തേടിക്കൊണ്ടിരുന്നു. 10 വർഷത്തോളം നീണ്ട കൊലപാതക പരമ്പര റഷ്യയെ ആശങ്കപ്പെടുത്തി. അങ്കാർസ്ക് പട്ടണത്തിൽ ജനങ്ങൾ പുറത്തിറങ്ങാൻ തന്നെ ഭയപ്പെട്ടു. അടുത്ത ഇര താനാകുമെന്ന് ഓരോ സ്ത്രീയും ഭയന്നു വിറച്ചു. കൊലപാതക സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച വാഹനങ്ങളുടെ ചക്രത്തിന്റെ അടയാളം മാത്രമായിരുന്നു പോലീസിന് ലഭിച്ചിരുന്ന ഏക തുമ്പ്. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ സമർത്ഥമായാണ് കൊലപാതകങ്ങൾ ഓരോന്നും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. ഏതാണ്ട് 2000-ലധികം ഡ്രൈവർമാരെ പോലീസ് ചോദ്യം ചെയ്തു. എന്നിട്ടും പ്രയോജനമൊന്നുമുണ്ടായില്ല. ഭാഗ്യം കൊണ്ട് മാത്രം കൊലപാതക ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സ്ത്രീയുടെ മൊഴിയായിരുന്നു നിർണായകമായത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നായിരുന്നു മൊഴി. ആ അന്വേഷണം ചെന്നെത്തിയത് സൈബീരിയയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥനായ മിഖായേൽ വിക്ടറോവിച്ച് പോപ്കോവിലേക്ക്. ജൂൺ 23-നായിരുന്നു അറസ്റ്റ്. 25 സ്ത്രീകളെ കൊന്നൊടുക്കിയെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞു. 19-നും 28-നും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു മിഖായേലിന്റെ കൊലക്കത്തിക്ക് ഇരയായവർ. കുറ്റം മിഖായേൽ ഏറ്റുപറഞ്ഞു. കൊലപാതക പരമ്പരയ്ക്ക് ഇയാൾക്ക് വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് പബ്ബിലും ബാറിലും കറങ്ങി നടക്കുന്ന സ്ത്രീകളെല്ലാം ഇയാളുടെ കണ്ണിൽ വഴിപിഴച്ചവരായിരുന്നു. അങ്ങനെയുള്ള സ്ത്രീകൾ ജീവിക്കാൻ പാടില്ല എന്നായിരുന്നു മിഖായേലിന്റെ കാഴ്ചപ്പാട്. പോലീസ് ഉദ്യോഗം കൊലപാതകത്തിന് മറയായി. രാത്രിയിൽ പോലീസ് കാറിൽ കറങ്ങി നടക്കുന്ന മിഖായേൽ ബാറിൽ നിന്നും ഡാൻസ് ക്ലബ്ബുകളിൽ നിന്നും അസമയത്ത് ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകളെ നോട്ടമിട്ടു. പോലീസ് ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ഇങ്ങനെ എത്തുന്ന സ്ത്രീകളെ സമീപിക്കും. താമസ സ്ഥലത്തെത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കാറിൽ കയറ്റും. പിന്നീട് പോകുന്നത് ഏതെങ്കിലും കാട്ടിലേക്കോ ആളൊഴിഞ്ഞ സ്ഥലത്തേക്കോ ആകും. അവിടെ വെച്ച് ഇരയെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കും. മൂർച്ചയേറിയ കത്തിയും മഴുവും ഉപയോഗിച്ച് കൊല്ലും. തെളിവുകൾ അവശേഷിപ്പിക്കാതെ അവിടെ നിന്നും മുങ്ങും. ഇതായിരുന്നു മിഖായേലിന്റെ രീതി. വഴിപിഴച്ചുപോയ സ്വന്തം അമ്മയോടുള്ള പ്രതികാരമാണ് ഓരോ സ്ത്രീയെയും വകവരുത്താൻ തനിക്ക് പ്രേരണയായതെന്നായിരുന്നു മിഖായേലിന്റെ വെളിപ്പെടുത്തൽ. റഷ്യൻ കോടതി ഈ കൊലപാതകങ്ങളിൽ ജീവിതാവസാനം വരെ തടവ് ശിക്ഷയാണ് മിഖായേലിന് നൽകിയത്. ഈ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെയാണ് കൂടുതൽ കൊലപാതകങ്ങൾ കൂടി തെളിഞ്ഞത്. 47 സ്ത്രീകളെ കൂടി ഇയാൾ കൊന്നൊടുക്കിയെന്നാണ് പുതിയ കണ്ടെത്തൽ. കോടതി മുറിയിൽ മിഖായേൽ ഈ കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വവും ഏറ്റെടുത്തു. ഇതുമാത്രമല്ല, കൂടുതൽ സ്ത്രീകളെ ഇയാൾ കൊന്നിട്ടുണ്ടാകാമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത്. തെളിവില്ലാതെ പോയ സമാന കൊലപാതക കേസുകളും അന്വേഷണത്തിന്റെ വഴിയിലാണ്.